CUSATന്റെ അഡ്മിഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. സോ നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ CUSATന്റെ സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് CUSATന്റെ വെബ്സൈറ്റ് തന്നെയാണ് ആദ്യം തന്നെ വരിക. അതിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ്റെ ടാബ് ഓപ്പൺ ആവും. അതിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ ആദ്യം നമ്മൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, റീ എൻ്റർ ചെയ്ത് കൊടുക്കുക പേര്. അത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ 10 ഡിജിറ്റ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള മെയിൽ ID പ്രൊവൈഡ് ചെയ്യുക. മെയിൽ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്യണം. അതിനുശേഷം നമുക്കുള്ളത് പാസ്വേഡാണ്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അപ്പർ കേസ്, ലോവർ കേസ്, നമ്പർ, സ്പെഷ്യൽ ക്യാരക്ടർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡാണ് വേണ്ടത്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ക്യാപ്ച ടൈപ്പ് ചെയ്യാനുണ്ടാവും. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ IDയിലോട്ട് ആക്ടിവേഷൻ മെയിൽ സെൻഡ് ആവും. അപ്പോൾ അത് നമുക്ക് ഈ ടാബിൽ ഇങ്ങനെ എഴുതി കാണിക്കും, ആക്ടിവേഷൻ മെയിൽ സെൻഡ് ടു മെയിൽ ബോക്സ്. അപ്പോൾ അതിൽ നിങ്ങളുടെ മെയിലിലോട്ട് ആക്ടിവേഷൻ മെയിൽ വന്നിട്ടില്ല, ഇൻബോക്സിൽ കണ്ടില്ലെങ്കിൽ സ്പാം കൂടെ ചെക്ക് ചെയ്യുക. സ്പാമിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ മെയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മെയിലാണ് നമുക്ക് കിട്ടുക. അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവും. സോ യുവർ മെയിൽ ID ആൻഡ് പാസ്വേഡ് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ നമ്മുടെ മെയിൽ ID കൊടുക്കുക. എന്താണോ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തത് ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വരിക. അതായത് CUSATൻ്റെ അക്കാദമിക് അഡ്മിഷൻ 2022 ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് വരിക. അതിലോട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രീൻ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടാവും. അതിൽ പേര് നമ്മുടേത് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതിനുശേഷം മദേഴ്സ് നെയിം, അത് കഴിഞ്ഞാൽ ഫാദേഴ്സ് നെയിം, അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേ, അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ജെൻഡർ ഏതാണെന്നുള്ളതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. പിന്നെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. അതിന് ശേഷം പിന്നെ ഡിസ്ട്രിക്റ്റ്, പിന്നെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെപ്പറേറ്റ് ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അല്ല സെയിം ആണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അത് തന്നെ ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വരും. അതിനുശേഷം കേരളൈറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആനുവൽ ഇൻകം സെലക്ട് ചെയ്യുക. കാറ്റഗറി ഏതാണോ, ജനറൽ OBC ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി CUSATലെ എംപ്ലോയി അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇനി NRI കോട്ടയിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. CJW കോട്ടയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്പെഷ്യൽ റിസർവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അതാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. സോ അതിനുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചർ ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി കോഴ്സ് സെലക്ഷനാണ് വരുന്നത്. കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ദെൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ഇനി കോഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോഴ്സാണോ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ MSc ഫിസിക്സ് സെലക്ട് ചെയ്തു. ശേഷം ഓഷ്യനോഗ്രഫി, അങ്ങനെ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് കൺഫേം കോഴ്സസ് കൊടുക്കുക.
കോഴ്സസ് കൺഫേം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺഫേം ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത കോഴ്സസ് അവിടെ വന്നിട്ടുണ്ടാവും. കൺഫേം ടെസ്റ്റ് അടിച്ചാൽ ടെസ്റ്റ് സക്സസ്ഫുള്ളി സെലക്റ്റഡ് എന്ന് കാണിക്കും. സേവ് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എലിജിബിൾ ആണെന്നുള്ളത് കാണിച്ചിട്ട് ആ ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുക. ദെൻ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ കാണാം. അതായത് അതിൽ ഇനി എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. 1100 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. കാർഡ് വഴിയും നെറ്റ് ബാങ്കിങ്ങും എല്ലാം അവൈലബിൾ ആണ്. സോ അതേപോലെ അപ്പോൾ കാർഡിലാണെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൺഫേം ആയതിന് ശേഷം സെൻറ്റർ സെലക്ട് ചെയ്യുക. സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണിച്ചിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ആപ്ലിക്കേഷൻ അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത്രയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ.